പക്ഷെ നമ്മളെപ്പോഴും നിങ്ങൾ ഈ നടക്കാത്ത കാര്യം എന്ന് പറയുമ്പോൾ ഒന്ന് അത് നടക്കത്തില്ലെന്നല്ല, ദൈവത്തിനെ കൊണ്ട് നടക്കും. എങ്ങനെയാണ് ഇപ്പം നമുക്കെന്താ വിചാരിക്കണേ? കാര്യം കാണാൻ വേണ്ടി മാത്രം ദൈവത്തിൻ്റെ അടുത്ത് പോവുകയും അത് കഴിയുമ്പോൾ പിന്നെ വെള്ളവെടിയും തോന്നിവാസം പോക്കൃത്തൊക്കെ ആയിട്ട് ജീവിച്ചാൽ ദൈവത്തെ നിങ്ങളെ വിശ്വസിക്കാൻ പറ്റത്തില്ല. യോഹന്നാൻ 2:24. യേശുവാകട്ടെ അവരെ വിശ്വസിച്ചില്ല. കാരണം അവൻ അവരെ എല്ലാം അറിഞ്ഞിരുന്നു. മനുഷ്യനെ പറ്റി ആരുടെയും സാക്ഷ്യം അവൻ ആവശ്യമായിരുന്നില്ല. മനുഷ്യനിലുള്ളത് എന്താണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു. ദൈവത്തിനെ വിശ്വസിപ്പിച്ചെടുക്കണം. അതാണ് ഏറ്റവും ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധിപരമായ ജീവിതം എന്ന് പറയുന്നത്. നമ്മൾ ദൈവത്തിനെ ആശ്രയിക്കുന്നു, ദൈവത്തിനെ കൊണ്ട് ജീവിക്കുന്നു. അത് ആ ദൈവത്തിന് ആനുകൂല്യത്തിന് വേണ്ടിയല്ല, അത് ദൈവത്തിന് വേണ്ടി മാത്രമാണെന്ന് പറഞ്ഞുള്ള ഒരു റിലേഷൻസ് നർച്ചർ ചെയ്ത് രൂപപ്പെടുത്തിയെടുത്താൽ നമുക്ക് ലോകത്തെ ജയിക്കാൻ പറ്റും. ഇതുപോലുള്ള എല്ലാ ജീവിത പ്രശ്നങ്ങളെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം